ഡി.എസ്. ഇറ ഈ ഒരു സിനിമ ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഈ ഒരു സിനിമ സ്ട്രീമിംഗ് തുടങ്ങിയിരിക്കുന്നത്. ഡി.എസ്. ഇറ എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ചതായിരുന്നു, എന്നാൽ അത് മിസ്സായിപ്പോയി. ഇപ്പോൾ ഈ ഒരു സിനിമ OTTയിൽ കണ്ടപ്പോൾ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കേണ്ട പടമല്ലെന്ന് മനസ്സിലായി. കാരണം ഇതിൻ്റെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഐറ്റങ്ങളാണ്. പിന്നെ പല സിനിമകളിലും പ്രേതങ്ങളെ കാണിച്ച് പേടിപ്പിക്കുന്ന ആ പരിപാടിയല്ല. കൂടുതലും സൗണ്ട് എഫക്റ്റുകളിലും പിന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസുകളിലൊക്കെ ആളുകളെ പേടിപ്പിക്കുന്ന രീതിയാണ് രാഹുൽ സദാശിവൻ്റെ ഡയറക്ഷനിൽ നമ്മൾ കാണാറുള്ളത്. ഉദാഹരണത്തിന് ഭൂതകാലത്തിൽ ക്ലൈമാക്സ് രംഗങ്ങളിലൊക്കെ ആ ഒരു ടൈപ്പ് സാധനങ്ങളാണ് ഉള്ളത്. അത് തന്നെയാണ് ഡി.എസ്. ഇറ സിനിമയിലുള്ളത്. പ്രണവ് മോഹൻലാൽ വെസ്റ്റേൺ കൾച്ചറിൽ വളർന്നൊരു പയ്യനായിട്ടാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. റോഹൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. റോഹൻ എന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു രീതികളും അദ്ദേഹത്തിൻ്റെ മൈന്യൂട്ടുള്ള എക്സ്പ്രഷൻസും വെസ്റ്റേൺ കൾച്ചറിൽ വളർന്ന ഒരാൾ എങ്ങനെയാണോ ലാംഗ്വേജൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആ ഒരു രീതിയൊക്കെ പ്രണവ് കറക്റ്റ് മീറ്ററിൽ ഈ ഒരു സിനിമയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഹൊറർ സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊക്കെ കിടിലനാണ്. പ്രണവ് കഴിഞ്ഞാൽ പെർഫോമൻസിൽ സിനിമയിൽ ഞെട്ടിക്കുന്നത് ജയാക്കുറുപ്പാണ്. അവരുടെ ക്യാരക്ടർ അവർ കിടിലനായിട്ട് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഭാഗത്തുള്ള പെർഫോമൻസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ജിബിൻ ഗോപിനാഥ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രണവിൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെയുള്ളത് അരുണാണ്. അരുൺ 1-2 സീനുകളിൽ മാത്രമാണ് ഈ ഒരു സിനിമയിലുള്ളത്. പക്ഷേ ഉള്ള സീനുകളൊക്കെ അടിപൊളി പെർഫോമൻസാണ്. രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടറിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമയാണ് ഡി.എസ്. ഇറ. അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകൾ പോലെ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഹൊറർ പടമായിട്ടാണ് ഡി.എസ്. ഇറ എനിക്ക് തോന്നിയത്.